ആ എന്താ? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ അമ്മയുടെ തല മസാജ് ചെയ്ത് തരട്ടെ. എന്തോന്ന്? തല മസാജ് ചെയ്ത് തരാനോ? ആ എന്താ കൊച്ചെന്തിന്റെ കുഴപ്പം? കിടക്കുന്നതിന് മുമ്പ് തല നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്ന ഞാൻ ഒരു റീൽസിൽ കണ്ടു. ആണോ? എനിക്കിപ്പൊ ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല. ഒരു മസാജും വേണ്ട. പോകച്ചതിന്റെ പാട്ടില് പാദയാത്രയ്ക്ക് തല മസാജ് ചെയ്യാൻ നടക്കുന്നു. അപ്പൊ ഈ വീട്ടിലൊരു ഒറ്റ ഒരെണ്ണം നോർമൽ അല്ലല്ലോ. പോ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം. വലുതായിട്ട് ചീത്ത കേൾക്കും കൂടുതൽ സംസാരിച്ച. സ്ഥലം വിട്. ചെറുതായിട്ട് മസാജ്. എന്തുവാ കൊച്ചതിന്റെ കുഴപ്പം? ഒന്നുമില്ലമ്മേ. ഇതുവരെ ഇല്ലാത്ത ഒരു മസാജും കൊണ്ട് വന്നിരിക്കുന്നു. എന്തോ കള്ളത്തരമുണ്ട്. എന്തോ ഉടായിപ്പുണ്ട്, അല്ലാതെ ഇവളിനകത്ത് കേറത്തില്ല. അവളില്ല. അവളുടെ ചീപ്പിൽ എന്തായാലും മുടി കാണും. അതിൽ നടക്കാം. ശരി. കാറ്റേ കാറ്റേ മിണ്ടല്ലേ. എന്തിനായിരിക്കും കേറിയത്? അവിടെ കിടക്കട്ടെ. എന്തിനാണ് കേറിയെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. എന്തൊരു കാര്യം? എന്തൊരു കാര്യം എന്നാ? എടി, നീ കമ്പനി റീലോഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ മൊത്തത്തിൽ മറന്നുപോയാ? ശരി, അതെന്തായി? ഞാൻ 1-2 പേരോടൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരിൽ കുറച്ചു പേരൊക്കെ സുരഭിയുടെ ഈ പ്രൊഡക്റ്റ് അച്ചാറ് യൂസ് ചെയ്തിട്ടുള്ളവരാ, കഴിച്ചു നോക്കിയിട്ടുള്ളവരാ. അപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മൊത്തം ഓട്ടത്തിലായിരുന്നു. വേർത്ത് നാറിയിരിക്കുകയാണ്. ഞാൻ ഒന്ന് കുളിക്കട്ടെ. അയ്യോ, ഇപ്പൊ കുളിക്കരുത്. എന്താടി? ഇപ്പൊ കുളിക്കാൻ പാടില്ല. ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാലേ തലയിൽ നീരിറങ്ങും, പനി വരും. അതുകൊണ്ട് ഇപ്പൊ കുളിക്കണ്ട. ഇപ്പൊ കുളിക്കണ്ട. ആണോ? അയ്യോ അമ്മ, ലക്ഷ്മിയെ കണ്ടായിരുന്നോ? ഈ പാതിരാത്രിക്ക് എവളെ കണ്ടത്? എവിടെ പോകാനാടാ ഈ നേരത്ത്? ഒരു പിടിയില്ല അമ്മ, ഒരിടത്തും കാണുന്നില്ലേ? ഇവിടെ കുറച്ചു മുമ്പേ മസാജ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചോണ്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഫോണാണെങ്കിൽ റൂമിൽ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഫോണെങ്കിലും ചെയ്തു ചോദിക്കായിരുന്നു. ഷടാ, എവിടെ പോകാൻ? ആ ടെറസിലെങ്ങാനും ഇപ്പൊ ഉണ്ടായിരിക്കും. നീ പോയി നോക്ക്. ടെറസിൽ നോക്കിയില്ല. അവിടെ ആള് ചെല്ല്, നിനക്ക് മസാജ് ചെയ്ത് തരുമ്പോ 12 മണിക്ക് ലക്ഷ്മി അന്വേഷണം.